Hi dear students, once again welcome back to our class. It's me Jurais, your English teacher. As we know, we are going to continue with the chapter The Best Investment I Ever Made. It's an anecdote by A.J. Cronin, a great novelist and a physician. He gives us a story from his life. This unit, we know that this unit tells about the importance of love, care and affection like some human qualities. So in this chapter, A.J. Cronin tells about a man. The man who transformed his life by someone because of some great act by someone. So the chapter begins with a voyage in a ship. So A.J. Cronin was noticed by a man, continuously the man noticing him. Then ഈ ഒരു ചാപ്റ്ററിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ടു A.J. ക്രോണിന് ഒരു കപ്പൽ യാത്രയിലാണ്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റോറി തുടങ്ങുന്നത്. ഒരു മനുഷ്യൻ, മിസ്റ്റർ ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ A.J. ക്രോണിനെ ഇങ്ങനെ, ഒരു യുവാവ് A.J. ക്രോണിനെ ഇങ്ങനെ വളരെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത് ആരാണെന്നൊക്കെ മനസ്സിലാക്കി അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആ ഭാര്യയും ഭർത്താവും പറഞ്ഞത്, ഞങ്ങൾ ഒരുപാട് കാലമായി ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവർ രണ്ടുപേരും അമേരിക്കയിലേക്ക് പോവാണ്. ബട്ട് ദാറ്റ് വാസ് നോട്ട് എ ഹോളിഡേ ട്രിപ്പ്. എന്തിനാണ് അവർ അമേരിക്കയിലേക്ക് പോകുന്നത്? ദേ വെന്റ് ടു ഇൻസ്പെക്ട് ദ സമ്മർ റിക്രിയേഷൻ ക്യാമ്പ്സ്. അവിടെയുള്ള സമ്മർ റിക്രിയേഷൻ ക്യാമ്പുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. then എന്തിനാണ് സമ്മർ റിക്രിയേഷൻ ക്യാമ്പുകൾ ഇൻസ്പെക്ട് ചെയ്യുന്നത്? അവിടെയുള്ള യുവാക്കളെ, ബാക്ക്വേർഡായി നിൽക്കുന്ന മലാഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഡെലിക്വൻ്റ് ആയിട്ടുള്ള യുവാക്കളെയൊക്കെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് റിക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. So we reached there. So listen carefully the sixth paragraph. There was in his voice and manner, indeed his whole personality, a genuine enthusiasm that was disarming. ആ മനുഷ്യൻ്റെ ആ ഒരു വാക്കുകളിലും പ്രവർത്തികളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസിലും ഒക്കെ, ഇൻ ഹിസ് വോയിസ് ആൻഡ് മാനർ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ശബ്ദത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ മാനറിലൊക്കെ, ഇൻഡീഡ് ഹിസ് വോൾ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഴുവൻ പേഴ്സണാലിറ്റിയും ആ ഒരു വ്യക്തിത്വവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. എ ജെന്യുവൻ എന്തൂസിയാസിയം ദാറ്റ് വാസ് ഡിസാമിങ്. ജെന്യുവിനായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള ഒരു എന്തൂസിയാസിയം, ഒരു 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 ആവേശം, ദാറ്റ് വാസ് ഡിസാമിങ്. അത് അവിടുന്ന് പോകുന്ന പോലെ തോന്നുകയാണ്. ഡിസാമിങ് മീൻസ് നിരായുധരാക്കുക എന്നുള്ളതാണ് ഡിസാമിങ്ങിൻ്റെ മീനിങ്. ആമ മീൻസ് ആയുധം, ഡിസാമിങ് നിരായുധരാക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു ആവേശം ഒക്കെ കണ്ടപ്പോൾ A.J. ക്രോണിന് അവരെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു ആഗ്രഹം തോന്നുകയാണ്. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിംഗ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ആ മനുഷ്യനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ക്വസ്റ്റ്യനിങ് ഹിം ഫർദർ, I learned that he and his wife had been active for the past 15 years in the field of youth welfare. സോ അവരെ വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ, ഐ ക്വസ്റ്റ്യനിങ് ഫർദർ, വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ, ഐ ഫൗണ്ട്, ഐ ലേൺഡ്, എനിക്ക് എനിക്ക് മനസ്സിലായി എന്താ, ദാറ്റ് ഹി ആൻഡ് ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഹാഡ് ബീൻ ആക്റ്റീവ് ഫോർ 15 ഇയേഴ്സ്, കഴിഞ്ഞ പാസ്റ്റ് 15 ഇയേഴ്സ്, കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഹാഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ആക്റ്റീവ് ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ. യൂത്ത് വെൽഫെയറിൻ്റെ, യുവാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹി വാസ് ബൈ പ്രൊഫഷൻ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? എ സോളിസിറ്റർ, ഒരു സോളിസിറ്ററാണ്. സോളിസിറ്റർ മീൻസ് ഒരു ലോയറാണ്, വക്കീലാണ്. ബട്ട് ഇൻ അഡിക്ഷൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്ട്, ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് a charitable organization devoted to the care of boys and girls.
സോ കോർട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിന് ശേഷം, കോർട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലിക്ക് ശേഷം ഹി ഫൗണ്ട് ടൈം, അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട്. എന്തിന് സമയം കണ്ടെത്തുന്നുണ്ട്? ആസ് ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ, ഒരു സന്നദ്ധ സംഘടനയുടെ ഒരു ഡയറക്ടറായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? സമയം കണ്ടെത്തുന്നുണ്ട്. എന്തിനാണ് ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ചെയ്യുന്നത്? ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും, ചെറിയ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ കൂടിയാണ് ആര്? മിസ്റ്റർ ജോൺ എന്ന് പറയുന്നത്. ഒരു ലോയറാണ് അദ്ദേഹം. തൻ്റെ ജോലിക്ക് ശേഷം അദ്ദേഹം ഇതിനു കൂടെ സമയം കണ്ടെത്തുന്നുണ്ട്. മോസ്റ്റ്ലി ഫ്രം ദ സിറ്റി സ്ലംസ്. മോസ്റ്റ്ലി ഫ്രം ദ സിറ്റി സ്ലംസ്. സിറ്റി സ്ലംസ് എന്നുള്ള, സ്ലംസ് മീൻസ് ചേരികൾ, ചേരി പ്രദേശങ്ങളിൽ നിന്നുള്ള. ചേരി പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അല്ലേ, ഒരു വലിയ നഗരം, ആ നഗരത്തിൻ്റെ ചേരി പ്രദേശം. ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ ഉപേക്ഷിച്ചിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരാരും തിരിഞ്ഞു നോക്കാതെ നിയമത്തിൻ്റെ കുരുക്കിൽ പെട്ട് കിടക്കുന്ന, അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഇത്തരത്തിലുള്ള പാവപ്പെട്ട ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഹു ഹാഡ് ഫാളൻ അണ്ടർ ദ ബാൻ ഓഫ് ദ ലോ. നിയമത്തിൻ്റെ ആ ഒരു ബാനിൽ, നിയമത്തിൻ്റെ ആ ഒരു എതിർപ്പിൽ പെട്ട് കിടക്കുന്ന, നിയമം കൊണ്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ആ ഒരു വിഭാഗം ആളുകളുടെ, അതിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായിട്ട് കൂടി ആര് വർത്തിക്കുന്നുണ്ട്? ആര് സമയം കണ്ടെത്തുന്നുണ്ട്? മിസ്റ്റർ ജോൺ സമയം കണ്ടെത്തുന്നുണ്ട്. ആസ് ഹി സ്പോക്ക്, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ആസ് ഹി സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്. അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നത്? വിത്ത് റിയൽ ഫീലിംഗ്. ആ ഒരു റിയൽ ഫീലിങ്ങോട് കൂടി, ആ ഒരു മനസ്സിൽ തട്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലേ. ഐ ഗോട്ട് എ വിവിഡ് പിക്ചർ ഓഫ് ദ വർക്ക് ഓഫ് ദീസ് ടു പീപ്പിൾ വർ ഡൂയിങ്. I got a vivid picture. A vivid picture means വിശാലമായ ഒരു ചിത്രം എനിക്ക് ലഭിക്കുകയാണ്. എന്തിൻ്റെ? ദ വർക്ക് ദാറ്റ് ടു പീപ്പിൾ വർ ഡൂയിങ്. ആ രണ്ട് ആളുകൾ ചെയ്യുന്ന, മിസ്റ്റർ ജോണും മിസ്സിസ് ജോണും ചെയ്യുന്ന, അവർ രണ്ടുപേരും ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ഒരു ചിത്രം എനിക്ക് ലഭിക്കുകയാണ്. അവരെന്താണ് ചെയ്യുന്നത്, അവരാരാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ പിക്ചർ എനിക്ക് ലഭിക്കുകയാണ്. Then I learned. ഞാൻ പഠിക്കുകയാണ്. എന്ത് പഠിക്കുകയാണ്? They took derelict adolescents. How they took derelict adolescents. എന്താ derelict എന്ന് പറഞ്ഞാൽ? എല്ലാവരും ഉപേക്ഷിച്ചിട്ടുള്ള, എല്ലാവരും ഒഴിവാക്കിയിട്ടുള്ള, എല്ലാവരും അട്ടി ഓടിച്ചിട്ടുള്ള അഡോളസൻസിനെ. അഡോളസൻസ് മീൻസ് കൗമാരപ്രായക്കാർ അല്ലേ, നിങ്ങളുടെയൊക്കെ ഏജ്. സോ എല്ലാവരും ഉപേക്ഷിച്ചിട്ടുള്ള അഡോളസൻസിനെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്? ഫ്രം ജുവനൈൽ കോഡ്സ്. ജുവനൈൽ കോഡ്സ് മീൻസ് ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആക്കുന്ന സ്ഥലമാണ് ജുവനൈൽ കോർട്ട് അല്ലേ. ജുവനൈൽ ജസ്റ്റിസ്, ജുവനൈൽ കോർട്ട്, ജുവനൈൽ ക്രൈം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. സോ പ്രായപൂർത്തിയാവാത്ത 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈമിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയാക്കുന്ന സ്ഥലമാണെന്ത്? ജുവനൈൽ. ഈ ദുർഗുണ പരിഹാര പാഠശാല നമുക്ക് കേട്ടിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ജുവനൈൽ കോഡ്സിലുള്ള കുട്ടികളെ, ഡയറലിക്റ്റ് കുട്ടികൾ എന്ന് വെച്ചാൽ, ഒരു ജുവനൈൽ കോഡ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി പുറത്തിറങ്ങിയാലും ആ കുട്ടിയെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് സമൂഹം എന്ത് ചെയ്യുക, നോക്കിക്കാണുക അല്ലേ. ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഒരു കുട്ടിയായിട്ടാണ് അവനെ പിന്നെ സമൂഹം എന്ത് ചെയ്യുക, നോക്കിക്കാണുക. അവനെ സമൂഹമോ അവൻ്റെ ഫാമിലിയോ എന്ത് ചെയ്തോളണമെന്നില്ല, പൂർണ്ണമായിട്ട് സ്വീകരിച്ചോളണമെന്നില്ല. സോ ഇത്തരത്തിലുള്ള എല്ലാവരും ഒഴിവാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ജുവനൈൽ കോഡ്സിലുള്ള കുട്ടികളെയൊക്കെ പുറത്തിറക്കിയിട്ട് പ്ലേസിങ് ദം ഇൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ്. അവരെങ്ങോട്ട് പ്ലേസ് ചെയ്യുക? ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റിലേക്ക്, ഒരു ആരോഗ്യപ്രദമായ ഒരു ചുറ്റുപാടിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കുക. ഒരു പക്ഷേ ആ കുട്ടി ഒരു ക്രൈം ചെയ്യാൻ കാരണം എന്താവാം? അവൻ്റെ ആ ഒരു എൻവയോൺമെൻ്റ് ആവാം, ഒരു അറ്റ്മോസ്ഫിയർ ആവാം, അവൻ്റെ ആ ഒരു ചുറ്റുപാട്, അവൻ്റെ സാഹചര്യമാവാം. സോ ഇതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റിലേക്ക്, ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ചുറ്റുപാടിലേക്ക്, അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവനെ ഉൾക്കൊള്ളുന്ന ഒരു ചുറ്റുപാടിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കുക. അതുമാത്രമല്ല, ഹീൽഡ് ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി ടു സെൻഡ് ദം ബാക്ക് ഇൻ ടു ദ വേൾഡ്. അവരെ മൈൻഡിനെയും അവരെ ബോഡിയെയും ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട്, ഒന്ന് പുനർനിർമ്മിച്ചിട്ട്, ഒന്ന് റിക്രിയേറ്റ് ചെയ്തിട്ട് അവരെ ഈ ലോകത്തിന് തന്നെ എന്ത് ചെയ്യുക, തിരിച്ചു നൽകുക. ഈ ലോകത്തിന് തന്നെ തിരിച്ചു നൽകുക. They were giving training in a useful handicraft. അതിന് കൂടെ തന്നെ ഇവരെന്തുകൂടെ കൊടുക്കുന്നുണ്ട്? ഒരു യൂസ്ഫുൾ ഹാൻഡിക്രാഫ്റ്റിലോ അവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. ഈ ഹാൻഡിക്രാഫ്റ്റ് മീൻസ് കരകൗശല നിർമ്മാണം.
സോ ഈ കുട്ടികൾക്ക് കരകൗശല നിർമ്മാണത്തിൽ എന്ത് കൊടുക്കുന്നുണ്ട്? പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. Then which made them fit to take their place in a worthy member of the community. സോ അവർക്ക് ആ ഒരു പരിശീലനം കൊടുത്തിട്ട് അവർക്ക് സ്വയം ഒരു സമ്പാദ്യം കണ്ടെത്തിയിട്ട് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വർത്തി മെമ്പറായിട്ട് എല്ലാവരെയും പോലെ ഒരു മെമ്പറായിട്ട് വീണ്ടും നിലനിൽക്കാനുള്ള ഒരു ശക്തി, ഒരു പ്രചോദനം, ഒരു താങ്ങൽ ആര് കൊടുക്കുന്നുണ്ട്? മിസ്റ്റർ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊടുക്കുന്നുണ്ട്. സോ ജുവനൈൽ ഹോമിൽ നിന്നുള്ള കുട്ടികളെ പുറത്തിറക്കിയിട്ട് അവരൊരു ഹെൽത്തി എൻവയോൺമെൻറ്റിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ട് അവർക്ക് ഹാൻഡിക്രാഫ്റ്റിലൊക്കെ പരിശീലനങ്ങൾ കൊടുത്തിട്ട് കമ്മ്യൂണിറ്റിയിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ അവർക്കൊരു താങ്ങും തണലുമായിട്ട് ആരുണ്ട്? മിസ്റ്റർ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട്. ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ. Redemption means it's taken from the hand of a devil. ഒരു പിശാചിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. അതിനാണ് റിഡംഷൻ എന്ന് പറയും. സോ ഇറ്റ്സ് എ വർക്ക് ഓഫ് റിഡംഷൻ. ഒരു റിഡംഷൻ ആയിട്ടാണ്, ഒരു റിഡംഷൻ വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പൈശാചികമായ ഒരു അവസ്ഥയിൽ പെട്ടുകിടക്കുന്ന ആളുകളെ അതിൽ നിന്ന് സംരക്ഷിക്കുക. ദാറ്റ് സ്റ്റുഡ് ദ ഹേർട്ട്, മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആ ഒരു പിശാചുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഒരു പിശാചിൻ്റെ കെണിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് സംരക്ഷിക്കുക. ആ ഒരു വർക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ആസ്ക്ഡ് അതൊക്കെ കേട്ടപ്പോൾ മിസ്റ്റർ ഐജെ ക്രോണിൻ ആസ്ക്ഡ് what had directed his life into this channel. What had directed his life into this channel? ഈ ഒരു ചാനലിലേക്ക്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസിലേക്ക്, ഈ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചുവിട്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് മിസ്റ്റർ ജോണിനോട് എജെ ക്രോണിൻ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മിസ്റ്റർ ജോണിൻ്റെ ലൈഫ് ഇത്തരത്തിലാവാൻ കാരണക്കാരൻ ആരും തന്നെയാണ്? എജെ ക്രോണിൻ തന്നെയാണ്. ബട്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. The question had a strange effect upon him. ആ ചോദ്യം അദ്ദേഹത്തിലൊരു വിചിത്രമായ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള, അപരിചിതമായിട്ടുള്ള ഒരു രൂപമാണ് മിസ്റ്റർ ജോണിൻ്റെ മുഖത്തുണ്ടാക്കിയത്. He took a sharp breath. അതൊരു ദീർഘശ്വാസം എടുക്കുകയാണ്. And exclaimed, ആശ്ചര്യപ്പെടുകയാണ്. Exclaim means ആശ്ചര്യപ്പെടുകയാണ്. You still do not remember me. മിസ്റ്റർ ജോൺ എജെ ക്രോണിനോട് ചോദിക്കുകയാണ്, യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. ഐ ഷോക്ക് മൈ ഹേർട്ട്. ഞാൻ എൻ്റെ തല ഇങ്ങനെ ആട്ടാണ്, ഇല്ല മനസ്സിലായിട്ടില്ല എന്ന അർത്ഥത്തിൽ. ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ്, എൻ്റെ ഏറ്റവും വലിയൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ്, എൻ്റെ വിശ്വാസത്തിൽ ഏറ്റവും നല്ല വിശ്വാസം. ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ് സീൻ ഹിം ബിഫോർ. I have never in my life seen him before. ഞാൻ ലൈഫിൽ ഇതുവരെ ഇതിനു മുന്നേ ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഉള്ള ഏറ്റവും വലിയ വിശ്വാസം. ബട്ട് ആ മനുഷ്യന് എന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. മിസ്റ്റർ ജോൺ എജെ ക്രോണിനോട് പറയാണ്, ഐ ഹാവ് വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷമായിട്ട് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി വെൻറ്റ് ഓൺ അണ്ടർ ഇൻക്രീസിങ് സ്ട്രെസ്. അദ്ദേഹം ഒരു സമ്മർദ്ദത്തിലേക്ക് വരികയാണ്. ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹം വരികയാണ്. എജെ ക്രോണിനോട് മിസ്റ്റർ ജോൺ പറയുകയാണല്ലേ, ഐ വാണ്ട് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. ഹി വെൻറ്റ് ഓൺ അണ്ടർ ഇൻക്രീസിങ് സ്ട്രെസ്. ആ ഒരു ഇൻക്രീസിങ് സ്ട്രെസ്സിലേക്ക്, ആ ഒരു ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹം വീണ്ടും വരികയാണ്. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈ സെൽഫ് ടു ഡു സോ. പക്ഷേ ഇത്രയും കാലമായിട്ട് എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദെൻ ബെൻഡിങ് നിയർ, അദ്ദേഹം എൻ്റെ മുന്നിൽ ഇങ്ങനെ കുനിഞ്ഞിട്ട് he spoke a few words. Spoke means speak in the past ആണെന്ത് spoke. He spoke a few words. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാണ്. tensely in my ear, എൻ്റെ ചെവിയിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം പറയാണ്. at that ആ മൊമെൻറ്റിൽ slowly the veils parted. എൻ്റെ ആ ഒരു മറവിയുടെ ആ ഒരു മൂട്ടുപടം, മറവിയുടെ ആ ഒരു വെയിൽസ് ഇങ്ങനെ പാർട്ട് ചെയ്യാണ്. അതിങ്ങനെ മെല്ലെ മാറുകയാണ്. മൈ തോട്ട്, എൻ്റെ ചിന്തകൾ സ്പെൻഡ് ബാക്ക് എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി, ഒരു ക്വാർട്ടർ സെഞ്ചുറിയിലേക്ക്
എന്ന് വെച്ചാൽ ഒരു 25 വർഷത്തിലേക്ക്. സെഞ്ചുറി മീൻസ് 100 ഇയേഴ്സ് ആണ് അല്ലേ. സോ ഹാഫ് സെഞ്ചുറി മീൻസ് 15 ഇയേഴ്സ്. ക്വാർട്ടർ സെഞ്ചുറി മീൻസ് 25 ഇയേഴ്സ്. ഒരു 25 ഇയേഴ്സ് ബാക്കിലേക്ക് എൻ്റെ മൈൻഡ് ഇങ്ങനെ ബാക്കിലേക്ക് പോവുകയാണ്. ആൻഡ് വിത്ത് എ സ്റ്റാർട്ട് ഐ റിമെമ്പേർഡ് ഞാൻ ഓർക്കുകയാണ്. ദ സോൾ ഒക്കേഷൻ, ആ ഒരു ഒറ്റയായ സമയം, വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ, ആ മനുഷ്യനെ ഞാൻ ഇതിന് മുന്നേ കണ്ട ആ ഒരു ഒറ്റയായ സമയത്തെക്കുറിച്ചിട്ട്, ആ ഒരു സോൾ ഒക്കേഷനെ കുറിച്ചിട്ട് ഞാൻ ഓർക്കുകയാണ്. 25 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആ മനുഷ്യനെ കണ്ട ആ ഒരു നിമിഷത്തെക്കുറിച്ചിട്ട് ഞാനിങ്ങനെ ഓർക്കുകയാണ്. എച്ച് ക്രോണിൻ പറയാണ്, ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. ഏതാണ് ആ സമയം? I was a young doctor at that time, and I had just set up a practice in the working class district of London. ആ സമയത്ത് ഞാനൊരു യങ് ഡോക്ടറായിരുന്നു. And that time, and I had just set up a practice in a working class district of London. ലണ്ടനിലെ ഒരു വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റിൽ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഒരു ഡിസ്ട്രിക്റ്റിൽ, ഒരു ജില്ലയിൽ, ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ എ ഫോഗി നവംബർ നൈറ്റ് ഒരു ഫോഗി നവംബർ നൈറ്റിൽ, വളരെ ഫോഗി ആയിട്ടുള്ള മഞ്ഞ് വീഴുന്ന ഒരു നവംബർ രാത്രിയിൽ, ടുവേർഡ്സ് 1 o'clock, 1 മണി ആവാറായിട്ടുണ്ട്. ഐ വാസ് അവേക്കൻഡ് ബൈ എ ലൗഡ് ബാങ്ങിങ് ഓൺ ദ ഡോറിലെ ഒരു ലൗഡ് ബാങ്ങിങ് കേട്ടിട്ട്, ബാങ്ങിങ് മീൻസ് ആ സൗണ്ടിൽ നോക്ക് ചെയ്യാം. സോ ഡോറിൽ വലിയൊരു തട്ടൽ കേട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അവേക്കൻ, ഞാൻ നെട്ടി ഉണരുന്നത്. ഹറീഡ്ലി ഐ ത്രൂ ഓഫ് സം ക്ലോത്ത്സ്, ഞാൻ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട്, ആൻഡ് വെൻ ഡൗൺ സ്റ്റെയർ, ഞാൻ നേരെ ഇങ്ങോട്ട് ചെല്ലുകയാണ്, താഴേക്ക് ചെല്ലുകയാണ്. ദെൻ ഇറ്റ് വാസ് എ സർജൻ ഓഫ് പോലീസ്. അതാരായിരുന്നു? എ സർജൻ ഓഫ് പോലീസ്. ഒരു പോലീസുകാരിൽ നിന്നുള്ള ഒരു സർജൻ, ഒരു കീഴുദ്യോഗസ്ഥൻ, ഒരു കോൺസ്റ്റബിൾ എന്നൊക്കെ പറയാം നമുക്ക്, ഒരു പോലീസുകാരൻ. ഇൻ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ് ആൻഡ് ക്യാപ്പ്, അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റും ക്യാപ്പൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രിപ്പ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നനഞ്ഞൊലിക്കുന്നുണ്ട്. മിസ്റ്റ്ലി ഔട്ട്ലൈൻ ഇൻ ദ ഡോർ സ്റ്റെപ്പ്, അദ്ദേഹം ആ ഡോർ സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആ വാതിൽ പടിയിൽ ഇങ്ങനെ അദ്ദേഹം നിൽക്കുന്നുണ്ട്. എ സൂയിസൈഡ് കേസ് ഹി ടോൾഡ് മീ, അദ്ദേഹം എന്നോട് പറയുകയാണ്, എ സൂയിസൈഡ് കേസ്, ഒരു ആത്മഹത്യ കേസ് നടന്നിട്ടുണ്ട്. അബ്രപ്റ്റ്ലി ഇൻ ദ ലോഡ്ജിങ് അറൗണ്ട് ദ കോർണർ ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്. ഈ കോർണറിൽ, ഈ തെരുവിൽ ഒരു കോർണറിൽ, ആ ഒരു മൂലയിൽ, അവിടെയുള്ള ഒരു ലോഡ്ജിൽ ഒരു സൂയിസൈഡ് കേസ് നടന്നിട്ടുണ്ട്. ഡോക്ടർ എത്രയും പെട്ടെന്ന് വരണം എന്ന് ആ പോലീസുകാരൻ വന്നിട്ട് എച്ച് ക്രോണിനോട് പറയുകയാണ്. എപ്പോഴാണ്? ഒരു നവംബർ രാത്രിയിൽ 1 മണിക്ക്. ദെൻ വി വാക്ക്ഡ് ദ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻ സൈലൻസ്. ആ ഒരു ചെറിയ ഡിസ്റ്റൻസ്, ആ ഒരു ചെറിയ ദൂരം, ഡിസ്റ്റൻസ് മീൻസ് ദൂരം അല്ലേ, ആ ഒരു ചെറിയ ദൂരം, വി വാക്ക്ഡ് സൈലൻസ്, ഞങ്ങൾ നിശബ്ദരായിട്ട് നടന്നു പോവുകയാണ്. ഈവൻ അവർ ഫുഡ് സ്റ്റെപ്പ്, എത്രത്തോളം ഞങ്ങളുടെ ഫുഡ് സ്റ്റെപ്പുകൾ, ഞങ്ങളുടെ കാൽപ്പെരുമാറ്റം അല്ലെങ്കിൽ കാലടിക്കുന്ന ശബ്ദം, നടക്കുന്ന ശബ്ദം, മഫിൾഡ് ബൈ ദ ഫോഗ്, ആ ഫോഗ് തട്ടിയിട്ട് ഇങ്ങനെ മഫിൾഡ്. എന്താ മഫിൾഡ് എന്ന് പറഞ്ഞാൽ? മീൻസ് കുറഞ്ഞ ശബ്ദം ഉണ്ടാക്കുക, മ്യൂട്ടഡ് ആയിട്ട്, അതിനാണ് മഫിൾഡ് എന്ന് പറയുക. മഫിൾഡ് ബൈ ദ ഫോഗ്, ആ ഫോഗ് കാരണം ഞങ്ങളുടെ ഫുഡ് സ്റ്റെപ്പുകൾ വരെ എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. മഞ്ഞിലൂടെ നടക്കുന്നത് കാരണം ഞങ്ങളുടെ കാൽപ്പെരുമാറ്റങ്ങൾ വരെ എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. ആൻഡ് ടേൺ ഇൻ ടു എ നാരോ എൻട്രൻസ്, അങ്ങനെ ഞങ്ങളൊരു നാരോ എൻട്രൻസിലേക്ക്, ഒരു ചെറിയ ഒരു വഴിയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്, ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു നാരോ എൻട്രൻസിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ആസ് വി മൗണ്ടഡ് ദ ക്രാക്കിംഗ് സ്റ്റെയർ കേസ്, ആ ഒരു ക്രാക്കിംഗ് സ്റ്റെയർ കേസ്, പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റെയർ കേസുകൾ ഇങ്ങനെ കയറുമ്പോൾ, മൈ നോസ്റ്റിൽ വേർ സ്റ്റങ് ബൈ ദ സ്വീറ്റ് അഡോർസ് ഓഫ് ഇല്ലുമിനേറ്റഡ് ഗ്യാസ്. ഒരു ഇല്ലുമിനേറ്റ് ചെയ്ത, ഒരു കത്തിച്ചിട്ടുള്ള, ബേൺ ചെയ്തിട്ടുള്ള ഗ്യാസിൻ്റെ സ്മെല്ല് ഞങ്ങളെ മൂക്കിലേക്ക് ഇങ്ങനെ, നോസിലേക്ക് ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്. സോ അങ്ങനെ മിസ്റ്റർ എച്ച് ക്രോണിനും ആ പോലീസുകാരനും ഇങ്ങനെ മെല്ലെ നിശബ്ദരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരൊരു നാരോ എൻട്രൻസിലെത്തി. ആ വീടിൻ്റെ ആ സ്റ്റെയർ കേസുകൾ ഇങ്ങനെ കയറുമ്പോൾ, ആ പടികൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അവരെ മൂക്കിലേക്ക് ഒരു കത്തിച്ച ഗ്യാസിൻ്റെ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്. ഓൺ ദ അപ്പർ സ്റ്റോറി, ആ അപ്പർ സ്റ്റോറിയിൽ, മുകളത്തെ നിലയിൽ, ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി, ആ അജിറ്റേറ്റഡായി നിൽക്കുന്ന, പരിഭ്രാന്തയായി നിൽക്കുന്ന ആ ലാൻഡ് ലേഡി, ആ ഒരു വീട്ടുടമസ്ഥയായിട്ടുള്ള സ്ത്രീ ഞങ്ങൾ കാണിച്ചു തരികയാണ്. ഷോഡ് us a bare little attic, ഒരു കുഞ്ഞു ആറ്റിക് മീൻസ് കുഞ്ഞു റൂം, ഒരു ചെറിയ റൂം ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. വേർ
സ്ട്രെച്ച്ഡ് ഓൺ എ നാരോ ബെഡ്, ഒരു നാരോ ബെഡിൽ, ഒരു നേർത്ത ഒരു ബെഡിൽ ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ. ഒരു യങ് മാൻ്റെ ബോഡി ഇങ്ങനെ കിടക്കുന്നുണ്ട്, ശരീരം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൻ വന്നു, AJ ക്രോണിൻ്റെ അവിടെ ഒരു സൂയിസൈഡ് കേസ് നടന്നിട്ടുണ്ട്, സാറ് വരണമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ആ ഒരു റൂമിലേക്ക് ചെന്നപ്പോൾ ആ ലാൻഡ് ലേഡി, ആ പേടിച്ച് നിൽക്കുന്ന സ്ത്രീ അവർക്ക് ആ റൂം കാണിച്ചു കൊടുക്കണം. റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു നേർത്ത ബെഡിൽ ഒരു യങ് മാനിൻ്റെ, ഒരു യുവാവിൻ്റെ ബോഡി ഇങ്ങനെ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ആൾദോ അപ്പാരൻ്റ്ലി ലൈഫ്ലെസ്, ആൾദോ അപ്പാരൻ്റ്ലി ലൈഫ്ലെസ്, ഒറ്റ നോട്ടത്തിൽ ലൈഫ്ലെസ് ആണ്, മരിച്ചിട്ടുണ്ട്, ജീവനില്ലാതെ കിടക്കുകയാണ്. There reminded the barest chance that their youth was not quite beyond recall. ആ യൂത്തിനെ റീകാൾ ചെയ്യാൻ, ആ യൂത്തിനെ തിരിച്ചു പിടിക്കാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവിടെ ഏറ്റവും ബിയറസ്റ്റ് ചാൻസ് ആണുള്ളത്, ഏറ്റവും ചെറിയ ഒരു ചാൻസ് ആണുള്ളത്. ആ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണുള്ളത്. എങ്കിൽ പോലും വിത്ത് ദ സർജൻസ് ഹെൽപ്പ്, ആ സർജൻറ്റിൻ്റെ, ആ പോലീസുകാരൻ്റെ ആ ഒരു സഹായത്തോടു കൂടി ഐ ബിഗൻ ദ വർക്ക് ഓഫ് റിsuscitation. റിsuscitation മീൻസ് ആ അബോധാവസ്ഥയിലുള്ള ഒരാളെ ബോധാവസ്ഥയിലേക്ക് വരുന്ന പ്രവർത്തനം. അൺകോൺഷ്യസിൽ കിടക്കുന്ന ഒരാളെ കോൺഷ്യസിലേക്ക് കൊണ്ടുവരിക, അതിനാണ് റിsuscitation വർക്ക് എന്ന് പറയുക. സോ AJ ക്രോണിന് ഡോക്ടറാണല്ലേ, അദ്ദേഹം ആ മനുഷ്യനെ ഒന്ന് ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. For an entire hour we labored without any success. ഒരു മണിക്കൂറോളം ഞങ്ങൾ പണിയെടുത്തു, വിത്തൗട്ട് എനി സക്സസ്, യാതൊരുവിധ വിജയവും ഞങ്ങൾ കണ്ടില്ല. ആ മനുഷ്യനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നിട്ടോ ഡിസ്പൈറ്റ് അവർ മോസ്റ്റ് സ്ട്രെണിയസ് എക്സേർഷൻ, സ്ട്രെണിയസ് മീൻസ് കഠിനമായിട്ടുള്ള, എക്സേർഷൻ മീൻസ് അധ്വാനം, നിങ്ങളുടെ ആ കഠിനാധ്വാനം അവിടെ പാഴായി പോവുകയാണ്. നിങ്ങളുടെ ആ കഠിനാധ്വാനം അവിടെ എന്ത് ചെയ്യുകയാണ്, പാഴായി പോവുകയാണ്. ഞങ്ങൾക്ക് ആ മനുഷ്യനെ തിരിച്ച് ആ ഒരു ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇറ്റ് അപ്പിയേർഡ് യൂസ്ലെസ്, അത് യൂസ്ലെസ് ആയിട്ട് പോവുകയാണ്. ദെൻ ആസ് വി വർ എബൌട്ട് ടു ഗിവ് അപ്പ്, ഇങ്ങനെ അവസാനം എബൌട്ട് ടു ഗിവ് അപ്പ് ചെയ്യാം, വിട്ടുകളയാം എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അയാൾ മരിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. AJ ക്രോണിൻ പറയാണ്, ഞങ്ങൾ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്, ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട് വല്ലാണ്ട്. എക്സോസ്റ്റഡ് മീൻസ് ടയേർഡ് ആവുക. There broke from the patient a shallow convulsive gasp. അപ്പോഴാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒഴിവാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വല്ലാണ്ട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ മനുഷ്യനിൽ നിന്ന്, ആ പേഷ്യൻറ്റിൽ നിന്ന് എ ഷാലോ കൺവൾസീവ് ഗ്യാസ്പ് മീൻസ് ശ്വാസം, കൺവൾസീവ് മീൻസ് അപസ്മാരം എന്നൊക്കെ പറയും നമ്മൾ. സോ അത്തരത്തിലുള്ള ഒരു അപസ്മാരം ഉണ്ടാകുന്ന പോലെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ശ്വാസം, ഒരു സൗണ്ട് ആ പേഷ്യൻറ്റിൽ നിന്ന് ഉണ്ടാവുകയാണ്. ഹാഫ് ആൻ അവർ a redoubled effort and we had the youth sitting up. ഒരു അരമണിക്കൂറിൻ്റെ വളരെ കഠിന പ്രയത്നങ്ങൾക്ക് ശേഷം ആ മനുഷ്യനെ, ആ യുവാവിനെ ഞങ്ങൾ സിറ്റിംഗ് ആപ്പ്, എണീപ്പിച്ചിരുത്തുകയാണ്. ഇരുത്തുവാണ്. ഗാസിങ് അറ്റ് us dazedly. ആ മനുഷ്യന്, ആ യുവാവ് ഗാസിങ്, ലുക്കിംഗ് കെയർഫുള്ളി അറ്റ് us, ഞങ്ങളിലേക്ക്. He looking carefully, dazedly means തലമിന്നുന്ന പോലെ. സോ ഇങ്ങനെ ഒരു സ്ഥലകാല പോലെ ബോധമില്ലാതെ ആ മനുഷ്യൻ he looking at ഞങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ slowly he seemed to be realizing the horror of his situation. മെല്ലെ ആ മനുഷ്യന് തൻ്റെ ആ ഒരു സിറ്റുവേഷൻ്റെ ഹൊറർ, ഭയാനകത മനസ്സിലാവാൻ തുടങ്ങി. He could understand the situation, the horror situation of his. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൊറർ സിറ്റുവേഷൻ അദ്ദേഹത്തിന് മനസ്സിലാവാൻ തുടങ്ങി. സോ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. Has he regained his strength? അദ്ദേഹത്തിൻ്റെ ആ സ്ട്രെങ്ത്, ആ ശക്തി റീഗെയിൻ ചെയ്തപ്പോൾ, തിരിച്ചു കിട്ടിയപ്പോൾ, ആ ഒരു ശക്തി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയപ്പോൾ, മെല്ലെ അദ്ദേഹം ആ ഒരു പഴയ അവസ്ഥയിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ he told us his story.
അദ്ദേഹം ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ്. ഹി ടോൾഡ് us his story. എന്താണ് അദ്ദേഹത്തിൻ്റെ കഥ? ആ യുവാവ് തൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഹിസ് പാരൻസ് were dead. പാരൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചു പോയിട്ടുണ്ട്. An uncle had founded them a position as a clerk in London solicitor's office. ഒരു അങ്കിള് അദ്ദേഹത്തിന് ലണ്ടനിലെ ഒരു സോളിസിറ്ററുടെ ഓഫീസിൽ, ഒരു വക്കീലിൻ്റെ ഓഫീസിൽ ഒരു ക്ലർക്കിൻ്റെ ജോലി വാങ്ങിച്ചു കൊടുത്തു. He had been in the city only 6 months. ആകെ 6 months അദ്ദേഹം ആ സിറ്റിയിൽ ഉണ്ടായിരുന്നത്. Utterly friendless. എങ്ങനെ? Utterly friendless. Without any friends. He had fallen victim to the loose society of the street. So good friends ഒന്നും ഇല്ലാത്തത് കാരണം he fallen, വീണു പോവാണ്. എവിടേക്കാ? victim to the loose society of street. സ്ട്രീറ്റിലുള്ള, തെരുവിലുള്ള ലൂസ് സൊസൈറ്റിയിലേക്ക്, തെമ്മാടികളായ ആളുകളുടെ കൂട്ടുകെട്ടുകളിലേക്ക് ഇദ്ദേഹം വീണു പോവുകയാണ്. ഇവരെങ്ങനെയാണ്? he had companion and like a young fool he made a companion. അദ്ദേഹം കൂട്ടുകാരെ ഉണ്ടാക്കുകയാണ്, കമ്പാനിയൻസിനെ, കൂടെ ആളുകളെ ഉണ്ടാക്കുകയാണ്. എങ്ങനത്തെ ആളുകളാ? they are like a young fool. ഒരു യങ് ഫൂളിനെ പോലെ, വിഡ്ഢിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹം തൻ്റെ കൂടെ കൂട്ടുകയാണ്. eager to taste pleasure far beyond his means. എന്നിട്ടോ eager to taste pleasure, ആ ഒരു സന്തോഷം നുകരാൻ വേണ്ടിയിട്ട്, ആ ഒരു സന്തോഷം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് സന്തോഷം? ഫാർ ബിയോണ്ട് ഹിസ് മീൻസ്. അദ്ദേഹത്തിന് കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ള സന്തോഷങ്ങൾ വീണ്ടെടുക്കാൻ, നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? നമ്മളെ ചില ആളുകളൊക്കെ ഉണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള, ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുശ്ശീലത്തിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. വലിയ വലിയ ചിന്തകളുണ്ടാവും, വലിയ സ്വപ്നങ്ങളുണ്ടാവും. അവൻ്റെ അപ്പയത്തെ ആ ഒരു നിലക്കും വിലക്കും നിരക്കാത്തതിലും വലിയ സ്വപ്നങ്ങളുണ്ടാവും. ബട്ട് നല്ലതാണല്ലേ, സ്വപ്നങ്ങൾ നല്ലതാണ്. പക്ഷെ ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ അവന് കഠിന പ്രയത്നം ചെയ്യല്ല ചെയ്യുന്നത്, കുറുക്കു വഴികളിലൂടെ എത്രയും പെട്ടെന്ന് സമ്പാദിക്കുക, എത്രയും പെട്ടെന്ന് ആ സ്വപ്നങ്ങൾ കീഴടക്കുക. സോ അതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകൾ, എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. സോ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് മിസ്റ്റർ ജോൺ കൂടെ എന്ത് ചെയ്യാണ്? കൂടിച്ചേരുകയാണ്. എന്നിട്ടോ had begun to bet on horses. കുതിരകളെ വെച്ച് കുതിരപ്പന്തയം വെക്കാൻ തുടങ്ങി. soon he had lost all his small savings. അതോടുകൂടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞു സേവിങ്സ്, കുറച്ചൊക്കെ ഒരു സേവിങ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു സമ്പാദ്യം തൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ ഈ ബെറ്റ് വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. എന്നിട്ടോ had pledged his belongings and owed the bookmaker a disastrous amount. വീണ്ടും പന്തയം വെക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തില്ല? പണമില്ല. സോ എന്താ ചെയ്തതാ? തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാഡ് പ്ലെഡ്ജ് ചെയ്യാണ്. പ്ലെഡ്ജ് ചെയ്യുക മീൻസ് ജാമ്യം വെക്കുക. പണയം വെക്കുക. എന്നിട്ടോ എന്ത് പണയം വെക്കുക? ഹിസ് ബിലോങ്ങിങ്സ്, തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും ഒരു പണയം വെക്കുകയാണ്. എന്നിട്ടോ ആൻഡ് ഓവേഡ്, എന്നിട്ട് പണം വാങ്ങുകയാണ്, കടം വാങ്ങുകയാണ്. പണയം വെച്ചിട്ട് പണം വാങ്ങുവാറുണ്ട് നമ്മളല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു അർജൻറ്റൊക്കെ വരികയാണെങ്കിൽ നമ്മളെ വീടിൻ്റെ ആധാരമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണയം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പണം വാങ്ങാറുണ്ട്. എന്ന പോലെ ഇദ്ദേഹം പണം വാങ്ങുകയാണ്. ആരിൽ കഴിയുന്ന? ദ ബുക്ക് മേക്കർ എ ഡിസാസ്റ്ററസ് എമൗണ്ട്. കുറച്ചാണോ? അല്ല, എ ഡിസാസ്റ്ററസ് എമൗണ്ട്. ഒരു വലിയ എമൗണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? കടം വാങ്ങുകയാണ്, പണയം വെച്ചിട്ട്, തൻ്റെ സാധനങ്ങളൊക്കെ പണയം വെച്ചിട്ട്. ഇൻ ആൻ എഫേർട്ട് ടു റീകാപ്പ്. എന്നിട്ടോ ഈ പണം വാങ്ങിയത് എന്തിനാ? പന്തയം വെക്കാനാണല്ലേ? പന്തയം വെച്ചു, അതിലും തോറ്റു. ഇനി ഈ പണമൊക്കെ തിരിച്ചു പിടിക്കണം. ഈ ഒരു അദ്ദേഹം പണയം വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കണം. അതിനെന്ത് ചെയ്യണം? കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണമെങ്കിലോ ഇൻ ആൻ എഫേർട്ട് ഓഫ് റീകപ്പ് ചെയ്യാൻ, തിരിച്ചെടുക്കാൻ, റീഗെയിൻ ചെയ്യാൻ, തൻ്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി he had taken a sum of money from the office safe for a final gamble. അദ്ദേഹം എന്താ ചെയ്തത്? തൻ്റെ ഒരു അവസാനത്തെ ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട്. ഗാംബ്ലിംഗ് മീൻസ് ചൂതാട്ടം, പന്തയം വെക്കുക.
തൻ്റെ അവസാനത്തെ ആ ഒരു പന്തയത്തിന് വേണ്ടിയിട്ട് ഹി ഹാഡ് ടേക്കൺ എ സം ഓഫ് മണി ഫ്രം ദ ഓഫീസ് സേഫിൽ നിന്ന്, താൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ ആ ഒരു ടേബിളിൻ്റെ ആ ഒരു സേഫിൽ നിന്ന്, ആ ഒരു വലിപ്പിൽ നിന്ന് അദ്ദേഹം കുറച്ച് പണം മോഷ്ടിക്കണം തൻ്റെ അവസാനത്തെ ഒരു പന്തയത്തിന് വേണ്ടിയിട്ട്. അതിൽ വിജയിച്ചിട്ട് വേണം താൻ പണയം വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ എന്ന് വിചാരിച്ചിട്ട്. ദാറ്റ് ഹി വാസ് അഷ്വേർഡ്. അതിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അഷ്വേർഡ് മീൻസ് ഉറപ്പ്. അതിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. വാസ് സെർട്ടൈൻ ടു വിൻ. അതിലെന്തായാലും താൻ വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ബട്ട് ദ ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽഡ്. പക്ഷെ അവസാനത്തെ തൻ്റെ ശ്രമവും പരാജയപ്പെട്ടു പോയി. ടെറിഫൈഡ് ഓഫ് ദ പ്രോസിക്യൂഷന് നിയമ നടപടികളെ, പ്രോസിക്യൂഷൻ മീൻസ് നിയമ നടപടികളെ അദ്ദേഹം എന്ത് ചെയ്യാണ്? പേടിക്കുകയാണ്. ദാറ്റ് മസ്റ്റ് ഫോളോ. അദ്ദേഹത്തെ പിന്തുടർന്ന് വരുന്ന ആ നിയമ നടപടികളെ, എന്തിൻ്റെയൊക്കെയാണ്? അദ്ദേഹം മോഷ്ടിച്ചതിൻ്റെ, പണയം വെച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും നിയമ നടപടികൾ തന്നെ പിന്തുടരും എന്ന് പേടിച്ചിട്ട്. സിക്ക് ദ അറ്റ് ഹേർട്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് രോഗം ബാധിക്കുകയാണ്. മനസ്സ് വിഷാദ രോഗത്തിലേക്ക് പോവുകയാണ്. എന്നിട്ടോ സങ് ഇൻ ഡെസ്പെയർ. അദ്ദേഹം ഒരു വിഷാദത്തിലേക്ക് സംഗീയ മീൻസ് മുങ്ങിപ്പോവുക. ഒരു ഡെസ്പെയറിലേക്ക്, ഒരു വിഷാദത്തിലേക്ക് അദ്ദേഹം മുങ്ങിപ്പോവുകയാണ്. മൈൻഡൊക്കെ ആകെ എന്താവുകയാണ്? എംപ്റ്റി ആവുകയാണ്, ശൂന്യമാവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഹി ഹാഡ് ഷട്ട് ഹിംസെൽഫ് ഇൻ ഹിസ് റൂം. അദ്ദേഹം നേരെ ചെന്നിട്ട് തൻ്റെ റൂമിൽ ചെന്നിട്ട് ഡോർ ലോക്ക് ചെയ്യുകയാണ്. ആൻഡ് ടേൺഡ് ഓൺ ദ ഗ്യാസ്. തൻ്റെ ഗ്യാസ് ഓൺ ചെയ്തിട്ടിട്ട് ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്. അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ അദ്ദേഹം തൻ്റെ കഥകൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ആ യുവാവ് തൻ്റെ കഥകൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ആരൊക്കെ കഥ കേൾക്കുന്നേ? എജക്രോണിനുണ്ട്, ലാൻഡ് ലേഡി ഉണ്ട്, പോലീസുകാരനുണ്ട്. എന്താ ഇനി സംഭവിക്കുന്നത്? ലിസൺ ഹിയർ കെയർഫുള്ളി. നെക്സ്റ്റ് പാരഗ്രാഫ്. എ ലോങ് ബാർ സൈലന്റ് throbbed in a little attic when he concluded this halting confession. അദ്ദേഹത്തിൻ്റെ ആ ഒരു halting confession means ആ ഒരു കുറ്റസമ്മതം നിർത്തി കഴിഞ്ഞപ്പോൾ ആ ഒരു ലിറ്റിൽ ആറ്റിക്കിൽ, ആ ഒരു കുഞ്ഞു റൂമിൽ ഒരു നീണ്ട നിശബ്ദത ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. Then gruffly ദേഷ്യപ്പെട്ടിട്ട്, കുറച്ച് ഹാർഡായിട്ട് the surgeon asked. ആ പോലീസുകാരൻ ചോദിക്കുകയാണ്, how much you had stolen. എത്രയാണ് നീ മോഷ്ടിച്ചത്? സ്റ്റോളൻ മീൻസ് മോഷ്ടിക്കുക, സ്റ്റീലിൻ്റെ പാസ്റ്റാണ്. എത്രയാണ് നീ മോഷ്ടിച്ചത് എന്ന് ചോദിക്കുകയാണ്. സോ ആ മനുഷ്യൻ പറയാണ് 7 pounds 10 shillings. 7 പൗണ്ടും 10 shillings അവിടുത്തെ നാണയമാണ്. 7 പൗണ്ടും 10 shillings. അത്രയും ഒരു നിസാര തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. The answer sounded pitiful. അദ്ദേഹത്തിൻ്റെ മറുപടി സൗണ്ടഡ് പിറ്റിഫുൾ. വളരെ ദയോട് കൂടിയിട്ടുള്ള ഒരു ആൻസർ. താൻ പെട്ടുപോയി എന്നുള്ള ആ ഒരു ദയ അല്ലേ? For this paltry sum he had almost thrown away his life. ഈ ഒരു പാൾട്രി സമ്മിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു തുച്ഛമായ പണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഇത്രയും തുച്ഛമായ ആ ഒരു പണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കളയാൻ തീരുമാനിച്ചത്. ഈ ഒരു നിസ്സാര എമൗണ്ടിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തൻ്റെ ലൈഫ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. There was a pause. ഒരു നിശബ്ദത, ഒരു നിശ്ചലത അവിടെ ഫീൽ ചെയ്യുകയാണ്. The 3 of us, the surgeon, the landlady and me, ഞങ്ങൾ 3 പേര് the sole witness of the near tragedy. We are the witness. ഞങ്ങളാണ് വിറ്റ്നസ്, ഞങ്ങളാണ് സാക്ഷികൾ. the near tragedy, ഞങ്ങൾക്ക് മുന്നിലുള്ള ഈ ട്രാജഡിയുടെ, ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരേ ഒരു വിറ്റ്നസ് ഞങ്ങൾ മാത്രമാണ്. ഇത് വേറെ ആർക്കും അറിയില്ല, ഞങ്ങൾ 3 പേർക്കും അറിയുള്ളൂ. Had the same unspoken thought in our mind. We decided to give the young man a fresh start. ഞങ്ങളുടെ 3 പേരുടെയും മൈൻഡിൽ സെയിം തോട്ട്, ഒരു സെയിം ചിന്തയാണ്, ഒരേ ഒരു ചിന്തയാണ് ഞങ്ങളെ 3 പേരുടെയും മനസ്സിൽ വന്നത്. വി ഡിസൈഡഡ് ടു ഗിവ് ദ യങ് മാൻ എ ഫ്രഷ് സ്റ്റാർട്ട്. ആ യങ് മാനിന് ഒരു പുതിയ തുടക്കം കൊടുക്കാൻ, ഒരു ന്യൂ ലൈഫ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. എങ്ങനെയാണ് അവർ ആ ന്യൂ ലൈഫ് കൊടുക്കുന്നത്? The surgeon, at considerable risk to his job, resolved to make no report upon the case. പോലീസുകാരന് തൻ്റെ ജോലിയുടെ റിസ്ക് ഒക്കെ മനസ്സിലാക്കിയിട്ട് പോലും ഈ ഒരു കേസിൻ്റെ മേലിൽ
യാതൊരുവിധ റിപ്പോർട്ടും കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഒരു പോലീസുകാരനാണ്. അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? ഇയാളെ അറസ്റ്റ് ചെയ്യുക, കൊണ്ടുപോവുക, കോടതിയിൽ ഹാജരാക്കുക, കട്ടെടുത്തതിൻ്റെ, സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഒക്കെ കേസുകൾ ചാർജ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അദ്ദേഹം തൻ്റെ ജോലി പോയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് കേസിൻ്റെ മേലിൽ ഒരു റിപ്പോർട്ടും കൊടുക്കുന്നില്ല, കേസ് എഴുതി തള്ളാൻ പോവുകയാണ്. സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിംഗ് വുഡ് റിസൾട്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നുള്ള റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കോടതിയിൽ കേസ് എത്തിയാലാണ് കോടതി റിസൾട്ട് പറയുക. സോ കോടതിയിൽ കേസ് എത്തില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ദ ലാൻഡ് ലേഡി ഓഫേർഡ്, ലാൻഡ് ലേഡി കൊടുത്ത ഓഫർ എന്താ? എ മന്ത് ഫ്രീ ബോർഡ് അണ്ടിൽ ഹീ ഷുഡ് ഗെറ്റ് അപ്പോൺ ഹിസ് ഫീസ്റ്റ് അഗെയിൻ. തൻ്റെ ഫീറ്റ് കൊണ്ട്, തൻ്റെ കാലുകൊണ്ട്, സ്വന്തം കാലുകൊണ്ട് നിവർന്ന് നിന്ന് എണീറ്റ് പോകാൻ പറ്റുന്ന അത്രയും കാലം, ഒരു മാസത്തോളം എങ്കിൽ ഒരു മാസത്തോളം ഫ്രീ ആയിട്ട് അവിടെ താമസിക്കാം, ആ റൂമിൽ താമസിക്കാം, പണം വാങ്ങുന്നില്ല. വെയിൽ. അതിനിടയിൽ ഐ മേക്കിംഗ് പെർഹാപ്സ് എ ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ, ഞാനാണ് അതിൽ ഏറ്റവും ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ. ലീസ്റ്റ് മീൻസ് ഏറ്റവും ചെറുത്, കോൺട്രിബ്യൂഷൻ. ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ആ ഒരു കോൺട്രിബ്യൂഷൻ, ഞാനാണ് അതിൽ ഏറ്റവും ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തത്. എന്താ ഞാൻ കൊടുത്ത കോൺട്രിബ്യൂഷനാ? Come forward with 7 pound and 10 shilling for him to put back in the office safe. ആ ഓഫീസ് സേഫിൽ അദ്ദേഹം മോഷ്ടിച്ച ആ പണമുണ്ടല്ലോ, 7 pound 10 shillings, അത് ഞാൻ തിരിച്ചു കൊടുത്തു, അത് എ ജെ ക്രോണിന് തിരിച്ചു കൊടുത്തു. സോ ഇവർ 3 പേരും ആ മനുഷ്യനെ ജയിലിലേക്ക് അയക്കാതെ, കഷ്ടതകളിലേക്ക് അയക്കാതെ ഒരു പുതിയ ജീവൻ നൽകുകയാണ്, ഒരു പുതിയ തുടക്കം കൊടുക്കുകയാണ്. പോലീസുകാരൻ കേസ് ഒഴിവാക്കി, ലാൻഡ് ലേഡി അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു, എ ജെ ക്രോണിന് ആ പണം തിരിച്ചു കൊടുത്തു. ദ ഷിപ്പ് മൂവ്ഡ്. ഇത്രയും നമ്മൾ പറഞ്ഞത് ഫ്ലാഷ് ബാക്ക് ആണ് അല്ലേ, ഫ്ലാഷ് ബാക്ക് ആണ്. ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ്. ഞങ്ങളുടെ കപ്പൽ, എ ജെ ക്രോണിനെ ഓർത്തതാണ് ഇത്രയും കാര്യങ്ങൾ. എ ജെ ക്രോണിൻ പറയാണ്, ഞങ്ങളുടെ കപ്പൽ ഇങ്ങനെ ആ ഇരുട്ടിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ വാസ് നോ നീഡ് ഓഫ് സ്പീച്ച്. അവിടെ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല, ഒരു സംസാരത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. വിത്ത് എ ടെൻഡർ ജസ്റ്റർ ഓഫ് മിസ്സിസ് ജോൺസ് had taken her husband's hand and as was sat in silence. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ആ ഒരു ടെൻഡർലിയുള്ള ആ ഒരു സൗമ്യമായിട്ടുള്ള ഒരു പിടുത്തത്തിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട്, തൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് മിസ്സിസ് ജോൺസ് വളരെ നിശബ്ദയായിട്ട് അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. I could not but reflect that it was the best investment I had made in my life. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത, എ ജെ ക്രോണിൻ പറയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും നല്ല ഗുഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഒന്നാണ്, മുതൽ മുടക്കുകളിൽ ഒന്നാണ്, വളരെ പ്രോഫിറ്റബിളായിട്ട്, വളരെ ലാഭകരമായിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് എ ജെ ക്രോണിൻ്റെ മിസ്റ്റർ ജോണിൻ്റെ രൂപത്തിൽ. എന്താ എ ജെ ക്രോണിൻ്റെ അടുത്ത് പറയുന്നത്? ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവിഡൻസ് ഇൻ വേർഡ്ലി ഗുഡ്സ്. ഞാൻ അന്ന് കൊടുത്ത 7 pound 10 shilling കൊണ്ടും എനിക്ക് ഗുഡ്സ് ഒന്നും ലഭിച്ചിട്ടില്ല, ചരക്കുകളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. നമ്മളൊരു പണം കൊടുത്തിട്ട് ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ തുടങ്ങുക, ആ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ മുതൽ മുടക്കൂലേ. മുതൽ മുടക്കെന്ന് പറഞ്ഞാൽ എന്താ? അതിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുകയാണ്, അത് വിറ്റ് കിട്ടുന്നതാണ് നമ്മളുടെ ലാഭം. സോ ഇവിടെ ആ 7 pound 10 shillings എ ജെ ക്രോണിന് ഒന്നും ലഭിച്ചിട്ടില്ല, ഒരു സാധനവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ചരക്കുകൾ, ഒരു ചരക്കും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ബട്ട് ഹാഡ് ടേൺ ഔട്ട് ടു ബി ഇമ്മൻസ്ലി പ്രോഫിറ്റബിൾ. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഒരു 7 pound 10 shillings വളരെ ഇമ്മൻസ് പ്രോഫിറ്റബിൾ ആയിട്ട്, വളരെ വലിയ ലാഭകരമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇറ്റ് സ്റ്റുഡ് ഔട്ട് എഗെയിൻസ്റ്റ് all the bad investment I had made throughout the year, those foolish speculation for material gain. എൻ്റെ ലൈഫിൽ മെറ്റീരിയൽ ഗെയിനിന് വേണ്ടിയിട്ട്, ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത എല്ലാവിധ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റുകളുടെയും മുന്നിൽ അതിനെയൊക്കെ പ്യൂരിഫൈ ചെയ്തിട്ട്, അതിനെയൊക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്തിട്ട്, അതിനെയൊക്കെ ഒന്ന് ശുദ്ധമാക്കിയിട്ട് എൻ്റെ മുന്നിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്ന് ഞാൻ കൊടുത്ത 7 pound 10 shillings, ആ പോലീസുകാരൻ ഒഴിവാക്കി കൊടുത്ത ആ കേസ്, ലാൻഡ് ലേഡി കൊടുത്ത ആ ഒരു ഓഫർ, അതൊക്കെ കാരണമാണ് മിസ്റ്റർ ജോൺ ഇന്ന് അതുപോലത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറിയത്. പകരം ഞങ്ങൾ അന്ന് അദ്ദേഹത്തെ ജയിലിലാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം വീണ്ടും പഴയ പോലെ ആവുമായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഞങ്ങൾ കൊടുത്ത ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡിൽ പിടിച്ച് കയറി അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട്, ഒരു സോഷ്യൽ സർവൻ്റായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. പ്രൊഡ്യൂസിങ് ഓൺലി ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ. ഞാൻ ചെയ്ത മെറ്റീരിയൽ ഗെയിൻസ്, ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത
ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ എനിക്ക് എന്തേ തന്നിട്ടുള്ളൂ? ഫ്രസ്ട്രേഷൻസ്, ആങ്സൈറ്റി, അത്ഭുതങ്ങൾ, അതേപോലെ തന്നെ ഡിസപ്പോയിൻമെൻറ്റ് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊന്നും ലഭിച്ചിട്ടില്ല പലതിൽ നിന്നും. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അന്ന് ഞാൻ കൊടുത്ത ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് വളരെ പ്രോഫിറ്റബിൾ ആണ്, ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു അത് എന്ന് എനിക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ട്. സോ ദിസ് ഈസ് ആൻ അനക്ഡോട്ട് ബൈ A.J. ക്രോണിൻ. സോ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി അത് മറ്റൊരാളുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും, മാറ്റം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നത്തിലകപ്പെട്ട്, കുറ്റകൃത്യത്തിലകപ്പെട്ട്, അല്ലെങ്കിൽ ഒരു ബാഡ് ഹാബിറ്റിൽ, ഒരു ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്നും നമ്മൾ ആ ഒരു കണ്ണുകൊണ്ട് കാണാതെ അദ്ദേഹത്തെ അതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ആ മനുഷ്യൻ പിന്നെ അതിലേക്ക് പോവില്ല. ഇത്തരത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഒരാളായിട്ട് ആ മനുഷ്യനും തിരിച്ചു വരും എന്ന് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് വെരി വെൽ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി by A.J. ക്രോണിൻ. So we will meet with another beautiful story from this unit. It's me, Jurais, signing off.